മക്കളെ, ഇന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മോഡൽ നോക്കാം. ഇതിൽ നിങ്ങൾക്ക് 6 ആക്ടിവിറ്റി ആണ് ഉള്ളത്. അതിൽ നിങ്ങൾ 5 എണ്ണം ചെയ്താൽ മതി. ഓക്കെ, 6 ആക്ടിവിറ്റി ആണ്. അതിൽ നിങ്ങൾ 5 എണ്ണമാണ് ചെയ്യേണ്ടത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്കുള്ളത്. ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. പിക്ചർ തന്നിട്ടുണ്ട്, സെന്റൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അഞ്ചാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ആണിത്. 5ാം ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗണ്ട് പടേം ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖിയേ. നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു പാരഗ്രാഫ് തന്നത് കണ്ടോ? അത് നന്നായിട്ട് വായിക്കുക, എന്നിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. രാജു GUPS स्कूल कल्लूर में 5वीं कक्षा में, कल्लूर എന്നാണ് വായിക്കട്ടോ, कल्लूर में 5वीं कक्षा में पढ़ता है, उसकी आयु 10 साल है. അപ്പൊ നമുക്ക് ഇതിന്ന് എന്തൊക്കെ കിട്ടി? രാജു, ഒരു കുട്ടീന്റെ പേര് കിട്ടി. രാജു GUPSലാണ് പഠിക്കുന്നത്. കല്ലൂരുള്ള GUPSലാണ് പഠിക്കുന്നത്. 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവന് 10 വയസ്സുണ്ട്. അത്രയും കാര്യം നമുക്ക് കിട്ടി. രാജു എന്ന് പറഞ്ഞ കുട്ടി 10 വയസ്സുള്ള കുട്ടി, GUPS കല്ലൂരിൽ പഠിക്കുന്നു, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ക്വസ്റ്റ്യൻ എന്താ വന്നതെന്ന് നോക്കാം. രാജു की പ്രൊഫൈൽ ലിഖിയേം. രാജുവിന്റെ പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞത്. രാജുവിന്റെ പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ സ്കൂളിന്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? നാം, കക്ഷ, സ്കൂൾ കാ നാം. പേര്, ക്ലാസ്, സ്കൂളിന്റെ പേര്, അത്രയാണ് നിങ്ങൾ എഴുതേണ്ടത്. പേര് രാജു. എന്താ പേര്? രാജു. കക്ഷ, ക്ലാസ് ഏതാണ്? 5वीं, 5ാം ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ ആണല്ലോ ഇത്. അപ്പൊ നിങ്ങൾ ക്ലാസ് എന്താ എഴുതേണ്ടത്? 5वीं എന്ന് എഴുതണം. സ്കൂൾ കാ നാം, സ്കൂളിന്റെ പേരോ? സ്കൂളിന്റെ പേര് GUPS കല്ലൂർ. ഇവിടെ ഉണ്ട്, നോക്കി എഴുതിയാ മതി ട്ടോ. രാജുക്ക് ആയു കിത്തനി ഹെ. രാജുവിന് എത്ര വയസ്സുണ്ട്? രാജുവിന് എത്ര വയസ്സുണ്ടാ പറഞ്ഞത്? 10 അല്ലേ? അപ്പനാ നാം ലിഖിയേം. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേര് ഒറ്റയ്ക്ക് എഴുതാൻ പഠിച്ചതല്ലേ? സ്വയം നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങളോട് അതാ പറഞ്ഞത്, അപ്പനാ നാം ലിഖിയേ. നിങ്ങളുടെ സ്വന്തം പേര് ഹിന്ദിയിൽ എഴുതാം. അടുത്തത് ഗതിവിധി 2 ആണ്. സൂചന കവിതാംശ പഠേ ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയേ. കവിത വായിക്കുക, എന്നിട്ട് ചോദ്യത്തിന് ഉത്തരം എഴുതുക. हवा बह रही डंडी डंडी, घूम रही वह बहकी बहकी, उड़ती उड़ती आई चिड़िया, फुदक फुदक कर वे भी चहकी. उड़ती उड़ती आई, क्यों? उड़ती उड़ती आई चिड़िया അല്ലേ? ഉടുത്തി ഉടുത്തി ആയി ചിടിയാം എന്ന് എഴുതാം. ഉടുത്തി ഉടുത്തി ആയി, അതിന്റെ ആൻസർ എന്താണ്? ചിടിയാം. ക്യാ ബഹ് രഹി ഹെ. എന്താണ് ബഹ് രഹി ഹെ? ഒഴുകിയത്. ഹവാ ബഹ് രഹി, എന്താണ്? ഹവ. ഹവാ ബഹ് രഹി. ഇവിടെ ഹവ എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, സമാൻ ധ്വനി വാലെ ശബ്ദ ലിഖിയേം. സമാന ധ്വനിയുള്ള ശബ്ദങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. ടെണ്ടി ടെണ്ടി, ഒരേപോലെ ഉള്ളത്. ടെണ്ടി ടെണ്ടി, ബഹക്കി ബഹക്കി, ഉടുത്തി ഉടുത്തി, ഫുദക്ക് ഫുദക്ക്. 3 എണ്ണം എഴുതാനുണ്ട്. 3 എണ്ണം നമ്മൾ കണ്ടെത്തിയില്ലേ? ബഹക്കി ബഹക്കി, ഉടുത്തി ഉടുത്തി, ഫുദക്ക് ഫുദക്ക്. ബഹക്കി ബഹക്കി, ഉടുത്തി ഉടുത്തി, ഫുദക്ക് ഫുദക്ക്. അങ്ങനെ 3 എണ്ണം എഴുതാം. അടുത്തത് നിറം നൽകാനാണ്. ലാൽ പറഞ്ഞ ചുവപ്പ്, ഹര പച്ച, കാല കറുപ്പ്, നീല നീല. ഇതിന് നിറം നൽകാനാണ് പറഞ്ഞത്. ഈ ബോക്സിലെ നമ്പർ അനുസരിച്ചിട്ട് 1ാമത്തെ നമ്പറിന് ചുവപ്പ് നൽകണം, 2ാമത്തെ നമ്പർ ഹര,
മൂന്നാമത്തെ നമ്പർ കാല, കറുപ്പ്, 4 നീല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചിത്ര പഹചാൻകർ കോഷ്ടക സേ ശബ്ദ ചുൻകർ ലിഖിയേ. ചിത്രം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്, ശബ്ദ അത് നോക്കി എഴുതാനാണ് പറഞ്ഞത്. പിള്ള എന്താ ചെയ്യണത്? ഗേൽത്താ ഹേ അല്ലേ, അത് കളിക്കുകയാണ് അല്ലേ. ഗേൽത്താ ഹേ അവിടെ ഉണ്ട്, ഗേൽത്താ ഹേ. അടുത്തത് എന്താ? പിള്ള സോത്താ ഹേ, ഉറങ്ങാണ് അല്ലേ, തലയൊക്കെ അമർത്തി വെച്ച് കിടന്ന ഉറങ്ങാണ്. അപ്പൊ ഇവിടെ എന്താ എഴുതേണ്ടത്? സോത്താ ഹേ. അടുത്തത് പിള്ള ഇതെന്താ ചെയ്യണത്? ഗാത്താ ഹേ അല്ലേ. ഒന്നാമത്തത് ഗേൽത്താ ഹേ, 2 സോത്താ ഹേ, 3 ഗാത്താ ഹേ. അടുത്ത നോക്കാം. സഹി മിലാൻ കരേം, മിലാൻ ചെയ്യാനാണ്. ബിസ്ക്കറ്റ്, പങ്കേ കെ നീച്ചെ കിതാബ് മേരെ സാത്ത്. ബിസ്ക്കറ്റ് ആരാണ്? ബിസ്ക്കറ്റ് പങ്കേ കെ നീച്ചെ, ഫാനിന് താഴെ ഉറങ്ങുന്നത് ആരായിരുന്നു? പഠന, ഗേൽന, ഗാന, സോന എന്നാണ് ഇവിടെ തന്നത്. ബിസ്ക്കറ്റ് ഗാന, ബിസ്ക്കറ്റ് നേരെ ഗാന എന്നാക്ക. ബിസ്ക്കറ്റ് ഗാന. പങ്കേക്ക് നീച്ചെ സോന, ഫാന്റെ താഴെ ഉറങ്ങുക. കിതാബ് പഠന, പുസ്തകം വായിക്ക. കിതാബ് പഠന. മേരെ സാത്ത്, എന്നോടൊപ്പം. ഗേൽന അല്ലേ, മേരാ സാത്ത് ഗേൽന. ബിസ്കുട്ട് നമുക്ക് ഗാന, പങ്കേക്ക് നീച്ചെ സോന, കിതാബ് പഠന, മേരെ സാത്ത് ഗേൽന. ഇനി അടുത്തത് 5ാമത്തെ ആക്ടിവിറ്റി ആണ്. ചിത്ര ദേക്കർ നീച്ചെ ദിയ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. ചിത്രം നോക്കിയിട്ട് താഴെയുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എഴുതാനാണ്. അത് നിങ്ങൾക്ക് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് നേരത്തെ ചെയ്തതാണ്, എങ്കിലും ഒന്ന് പറയാം, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. കുത്ത കഹാം ഹേ, കുത്ത എവിടെയാണുള്ളത്? കുത്ത ഘർ കെ ബാഹർ ഹേ, ഇതാണ് അതിന്റെ ആൻസർ കേട്ടോ. കുത്ത ഘർ കെ ബാഹർ ഹേ. അടുത്തത് നദി മേ ക്യാ ക്യാ ഹേ? നദി മേ ക്യാ ക്യാ ഹേ? നദി മേ മച്ചലി അല്ലേ. നദി മേ ക്യാ ക്യാ ഹേ? നദി മേ മച്ചലി ഹേ, നദിയില് മച്ചലിയാണ് ഉള്ളത്. ചിടിയ കഹാ ഹേ? ചിടിയ പറഞ്ഞ പക്ഷി, പക്ഷി എവിടെയാണ്? ചിടിയ കഹാ ഹേ? ചിടിയ പേട് പർ ഹേ, ചിടിയ പേടിലാണുള്ളത്. ചിടിയ പേട് പർ ഹേ. അടുത്തത് പൗധേമേ ക്യാ ഹേ? പൗധേ ചെടി, ചെടിയിൽ എന്താണുള്ളത്? പൗധേമേ ഫൂല് ഹേ, പൗധേമേ ഫൂല് ഹേ. അടുത്തത് പൗധേമേ ക്യാ, ബഗീച്ചമേ കോൻ ഹേ? പൂന്തോട്ടത്തിൽ ആരാണ്? ബഗീച്ചമേ ലടുക്കി അല്ലേ, ബഗീച്ചമേ ലടുക്കി ഹേ, ഇതാണ് അതിന്റെ ആൻസർ. ഇനി അടുത്ത 6ാമത്തെ ആക്ടിവിറ്റി നോക്കാം. സഹി ക്രമസേ ലിഖേ, ശരിയായ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞത്. കലി യഹ് കലി ഹേ. സൂചന സഹി ക്രമസേ ലിഖേ. ഹേ ചിടിയ യഹ്, ചിടിയ ഹേ, യഹ് ചിടിയ ഹേ, അങ്ങനെയാണ് വരിക. ആദ്യം യഹ് എഴുതുക, പിന്നെ ചിടിയ എഴുതുക, പിന്നെ ഹേ എഴുതുക. അടുത്തത് മേം നീതു ഹും. മേം എഴുതുക ആദ്യം, മേം എഴുതുക, പിന്നെ നീതു എന്ന് എഴുതുക, പിന്നെ ഹും എഴുതുക. യഹ് പിള്ള ഹേ, യഹ് ആദ്യം എഴുതുക. യഹ് പിള്ള ഹേ, യഹ് പിള്ള ഹേ. ഗർ യഹ് ഹേ എന്നാണ് തന്നത്. യഹ് ഗർ ഹേ, യഹ് എഴുതുക, ഗർ എഴുതുക, പിന്നെ ഹേ എഴുതുക. യഹ് സൂരജ് ഹേ, ഇത് സൂര്യനാണ്. അത്രയും വർക്കാണ് നിങ്ങൾക്ക് 5ാം ക്ലാസ്സിൽ ചെയ്യാനുള്ളത്. എല്ലാവരും നോക്കി വിശദമായിട്ട് തന്നെ നോക്കി പഠിക്കുക.
എല്ലാവരും നന്നായിട്ട് വായിക്കാൻ പഠിക്കണം കേട്ടോ. അക്ഷരങ്ങളൊക്കെ പഠിക്കണം. ക്വസ്റ്റ്യൻ കിട്ടിയാൽ സ്വയം ചെയ്യണം. ക്വസ്റ്റ്യൻ സ്വയം വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കണം. ഓക്കേ.